ആകാശവാണി കണ്ണൂർ. വയലും വീടും. വയലേലകളിലും പുരയിടങ്ങളിലും വിയർപ്പൊഴുക്കുന്ന കർഷകന്റെയും കൃഷിയിടം തൊട്ടറിഞ്ഞ് സാന്ത്വനമേകുന്ന വിദഗ്ധരുടെയും സ്പന്ദനങ്ങൾക്കൊപ്പം ആകാശവാണി. വയൽ വിശേഷങ്ങളും വീട്ടുകാര്യങ്ങളുമായി വയലും വീടും പുതുമയോടെ, പ്രതീക്ഷയോടെ. ആറന്മുള കണ്ണാടി എന്ന് കേൾക്കാത്തവർ ചുരുക്കം. ഒരുപക്ഷെ പേര് പറയുമ്പോൾ തന്നെ ആ കണ്ണാടിയുടെ രൂപവും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. പക്ഷെ ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ആ കണ്ണാടിക്ക് മാത്രമുള്ള പ്രത്യേകത എന്ന്? ഭൗമസൂചിക എന്ന അംഗീകാരം ലഭിച്ച ഒരു ഉൽപ്പന്നമാണിത്. അറിയാമോ, ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നത്തെ ഉണ്ടാക്കാനും വിൽക്കാനുമെല്ലാമുള്ള അധികാരം തനത് സ്ഥലത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ കേരളത്തിന് സ്വന്തമായുണ്ട്, കാർഷികവും കാർഷികേതരവും. മലബാറിന്റെ സ്വന്തമായ കൈപ്പാട് നെല്ലാണ് ഈ പട്ടികയിൽ ഇടം നേടിയ അവസാനത്തെ കേരളീയോൽപ്പന്നം. ഭൗമസൂചിക എന്ന വാക്ക് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. കൂടുതൽ അറിയാം ഈ പ്രഭാഷണത്തിലൂടെ. പടന്നക്കാട് കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി വനജ സംസാരിക്കുന്നു. ഭൗമസൂചിക അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ, അത് എന്താണ്? അതിന്റെ പ്രധാനം, നമുക്ക് എവിടെ പോയാലും അത് കിട്ടില്ല, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടിയ ഒരു കണ്ടുപിടുത്തത്തിനോ അത് കിട്ടില്ല. പകരം ഒരു പ്രത്യേക സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ വളരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആ ഫാമേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു റൈറ്റ്. അതാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അല്ലെങ്കിൽ ഭൗമസൂചിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോ നമ്മൾ ഒരു ഭൗമസൂചിക എടുത്തു കഴിയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക സാധനം അല്ലെങ്കിൽ അത് വേറൊരു ആൾക്കാരെടുക്കുന്നത് നമുക്ക് ലീഗലി ആയിട്ട് അതിനെ തടയാൻ പറ്റും. ആ ഒരു അവകാശമാണ് ശരിക്കും നമുക്ക് അനുവദിച്ചു തരുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അതോറിറ്റി. ഈ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കൊണ്ട് എന്തൊക്കെയാണ് ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഉൽപ്പന്നം, ശരിക്കും നമ്മളൊരു അവിടുത്തെ ഒരു വെറൈറ്റി എന്നോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ എന്നല്ല, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ആറന്മുള കണ്ണാടി ആ ഒരു പ്രൊഡക്റ്റ് കണ്ണാടി ഉണ്ടാക്കുന്നു. അത് ആ പ്രത്യേക ആൾക്കാരുടെയും ഗ്രൂപ്പിന്റെയും അതിൻ്റെതായ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടാവും, അതിൻ്റെതായ ഒരു ഗുണമുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ആ ഉൽപ്പന്നത്തിന് നമ്മൾ ഭൗമസൂചിക നൽകുന്നത്. അതൊരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ആറന്മുള കണ്ണാടി നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അതൊരു ഹാൻഡിക്രാഫ്റ്റ്, പോത്തമ്പള്ളി സാരി അങ്ങനെയൊക്കെ ഒരു പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ അതൊരു ഹാൻഡിക്രാഫ്റ്റ്. അതേസമയം ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, എക്സാമ്പിൾ ഞവരാനെല്ല്, കൈപ്പാടരി, പൊക്കാളി അരി അങ്ങനെയൊക്കെ പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പറയുമ്പോൾ ആ ഒരു പ്രത്യേക ലൊക്കാലിറ്റി ആ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിനുള്ള ഗുണം അതിന് പ്രത്യേകമായിട്ടുള്ളതാണ്. അതവിടെ വേറൊരു സ്ഥലത്തേക്ക് അത് പോയി ചെയ്ത ആ ഒരു ബ്രാൻഡിൽ ഇത് വരില്ല. അതാണ് പ്രത്യേകിച്ച് ജിയോഗ്രാഫി. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് അതിന് ലഭിക്കുന്ന ഗുണനിലവാരം, അത് അനുഭവിക്കുന്ന അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതുവഴി എന്തൊക്കെ നേടാം. ഇപ്പോൾ കൈപ്പാടരി അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്താണ് എന്ന് പറയുകയാണെങ്കിൽ ആ പ്രത്യേക സ്ഥലത്ത് വളരുമ്പോൾ ഉണ്ടാവുന്ന ഔഷധ ഗുണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹെൽത്ത്, അത് ആ ക്വാളിറ്റി തന്നെ അതിനുണ്ടാവണം. അതിന്റെ പരമായിട്ടാണ് അതിന് കൊടുക്കുന്നത്. ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് വേറൊരു സ്ഥലത്ത് കൃഷി ചെയ്ത അതിന്റെ ഗുണങ്ങളില്ല എന്നുള്ള തരത്തിലാണ് അതിന് ഭൗമസൂചിക ലിസ്റ്റിലേക്ക് പെടുത്തുന്നത്. ഇനി ആർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക? ഒരു വ്യക്തി എന്ന നിലയിലല്ല നമ്മൾ അപേക്ഷിക്കുക, ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസേഴ്സ് കമ്പനി അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന, ഇപ്പൊ കൈപ്പാട് അരിയാണെങ്കിൽ അതിനുള്ള അസോസിയേഷൻ, അവരാണത് അപേക്ഷിക്കുന്നത്. GI എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഇതുപോലെ നമ്മുടെ സ്ഥലങ്ങളിൽ എന്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞു, അതുപോലെ എന്തൊക്കെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഈ നോർത്ത് ഭാഗങ്ങളിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ
എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഭാവിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്തുകൂടെ എന്നുള്ളത്. അതിന്റെ ഒരു പ്രൊസീജിയർ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കിട്ടണം, ആ രീതിയിലാണ് ഞാൻ പറയണത്. ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഉൽപ്പന്നം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഈ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയിൽ വരുന്നതാണോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഒരു പ്രത്യേക സ്ഥലം, ആ സ്ഥലത്തിനെ കൊണ്ട് അതിനൊരു ഗുണമുണ്ടായിരിക്കണം, അങ്ങനെയുള്ള എല്ലാം അതിനുണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ നോക്കണം. അതിനുശേഷം അപേക്ഷ എങ്ങനെ കൊടുക്കണം, എന്തൊക്കെയാണ് അപേക്ഷയിലുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റകൾ, എന്തൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് വേണം കൊടുക്കാനുള്ളതാണ്. ആദ്യം തന്നെ ഒരു അപേക്ഷ, സാധാരണ നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്. അതിൽ ജനറൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ത് പ്രൊഡക്റ്റ് ആണ്, എന്ത് ഉൽപ്പന്നമാണ്, അതിന്റെ ക്വാളിറ്റി നമ്മൾ കൊടുക്കണം. പിന്നെ വേണ്ടത് ആ ട്രാക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പൊ കൈപ്പാട് വരെയാണ് നമുക്ക് ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളെല്ലാം പറയുന്ന. കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശം, ചതുപ്പ് നിലമാണ്, അവിടെ അതിനുള്ള പ്രത്യേകത അത് ഒരു ജലം കയറുന്നതാണ്, ഉപ്പ് രസമുണ്ടാവും, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും, മാംഗ്രൂവ്സ് അതായത് കണ്ടൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട്. അത് രണ്ടാം വെള്ള സമയത്ത് എക്വാകൾച്ചർ, ഫിഷ്, ചെമ്മീനും അല്ല അതാണ് എടുക്കുന്നത്. എന്താണ് ആ ഇക്കോസിസ്റ്റം മുഴുവൻ നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. ഇനി ആ സ്ഥലം എവിടുന്ന് മുതൽ എവിടെ വരെ നീണ്ടു കിടക്കുന്നു, ഏതൊക്കെ ജില്ലകളിൽ അത് കിടക്കുന്നു, അതിനൊരു കണ്ടിന്യൂറ്റി, അതായത് തുടർച്ചയായിട്ട് ഒരു ട്രാക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിൽ ആണോ, ഏതൊക്കെ പഞ്ചായത്തുകളിൽ അത് വിന്യസിച്ചിരിക്കുന്നു, ഇത്തരം എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ട് നമ്മളൊരു സൈറ്റ് മാപ്പ് തയ്യാറാക്കണം. പ്രൊഡക്റ്റ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണെങ്കിൽ മണ്ണിന്റെ പ്രത്യേകത, അവിടെ ഉപയോഗിക്കുന്ന ഇനങ്ങൾ, ഏതൊക്കെ ഇനങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഇതിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന ടാഗിനുള്ളിൽ കൊണ്ടുവരുന്നത്, അതൊക്കെ അതിൽ പ്രത്യേകം കാണിച്ചിരിക്കണം. അവസാനമായി ഇതൊരു ലീഗലായിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്, അത് എല്ലാ കാലവും കൊണ്ടുപോകേണ്ടതാണ്. ആ സമയത്ത് ഈ സമയങ്ങളിലൊക്കെ ആരാണ് ഇൻസ്പെക്ട് ചെയ്യുന്ന ബോഡി, അതിൽ ആരൊക്കെ ഉണ്ടാവണം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ പാക്കേജ്. ഞാനൊരു ചുരുക്കം പറയാൻ കാരണം ഇതൊരു ഒന്നുമേ അറിയാത്ത പോലെ ഒരു റോ ആയിട്ട്, ഒരു റഫായിട്ട് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ആ സൊസൈറ്റി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഒരു ലോഗോ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതാണ് മെയിൻ ആയിട്ട് ആപ്ലിക്കേഷന് കൂടെ വേണ്ടത്. ലോഗോ അപ്രൂവ് ചെയ്തിരിക്കണം നമ്മുടെ GI പ്രസന്റേഷൻ സമയത്ത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കേസ് ആണ് ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഗുഡ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ ആസ്പെക്റ്റും. അത് എന്തൊക്കെ ആണ് ആ പ്രൊഡക്ട്സിന്റെ, ഇപ്പൊ നെല്ലാണെങ്കിൽ നമ്മളതിന്റെ പാഡി ഗ്രെയിൻസ് മുതൽ അരിയുടെ ഗുണങ്ങൾ എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് യുണീക്ക്നെസ്, ആ പ്രൊഡക്റ്റിന് എന്താണ് നിങ്ങൾ യുണീക്കായിട്ട് പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേറൊന്ന് പ്രൂഫ് ഓഫ് ഒറിജിൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലം ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടത് അത് ഒരുപാട് കാലമായിട്ട് അവിടെ പറഞ്ഞും ആ സ്ഥലവും എല്ലാം നമുക്ക് അറിയുന്നതായിരിക്കും. ആ ഒറിജിനെ പറ്റി എവിടെ നിങ്ങൾ ഒരു ആധികാരികമായി കണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു റെഫറൻസ്, ഒരു ലിറ്ററേച്ചർ അതുണ്ടായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത് പ്രൂഫ് ഓഫ് ഒറിജിൻ. അതിന്റെ കോപ്പി നമ്മൾ ഈ ആപ്ലിക്കേഷന് കൂടെ വെച്ചിരിക്കണം. അതെ, ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴിയും ദുർഘടം തന്നെ. ഏതെല്ലാം കുന്നും മലകളും താണ്ടിയാണ് നമുക്ക് സ്വന്തമായത് എന്ന ഈ പദവി നാം നേടിയെടുക്കുന്നത്. അതിലിപ്പോ കൈപ്പാട് അരി എന്നുള്ളതിന് വേണ്ടി നമ്മൾ ഇതിനൊരുപാട് പണികളുണ്ടാവും. അപ്പോ ഏതൊക്കെ എല്ലാ ബ്രിട്ടീഷ് ലൈബ്രറികളിലും എന്തൊക്കെ ലൈബ്രറികളിലും അതിലൊക്കെ പോയി നോക്കണം എവിടെ ഈ കൈപ്പാട് എന്ന് പറയുന്നുണ്ടോ. അത് നമ്മുടെ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാണ്. അപ്പൊ അവിടെ വരുമ്പോ കൈപ്പാട് എന്ന് പറഞ്ഞ പേരിൽ ഒന്നുമേ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷ് ഒരു യാത്രാ അനുഭവത്തിൽ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു മലയാളം ബുക്ക് ഉണ്ടായിരുന്നു. അതില് കായൽ കണ്ടത്തിന്റെ അരികിലൂടെ എന്ന് പറഞ്ഞ് ഒരു യാത്രാ അനുഭവം വിവരിക്കുന്നുണ്ട്. അത് വിവരിക്കുന്നത് നമ്മുടെ കൈപ്പാടിന്റെ ആവാസ വ്യവസ്ഥ തന്നെയാണ്. അതായത് ഒരു ജലം കയറുന്ന, കടലിനോടടുത്ത് കിടക്കുന്ന കായൽ കണ്ടം. അപ്പൊ ഈ കായൽ കണ്ടം എന്ന് പറയുമ്പോൾ, കണ്ടം നമ്മൾ പറയുന്നത് നമ്മുടെ പാടത്തിനല്ലേ, കായൽ കണ്ടം എന്ന് പറയുന്നത് കായൽ പാടം തന്നെയാണ്.
ആ കായൽ പാടം ലോപിച്ചിട്ടാണ് കൈപ്പാടായത്. അപ്പൊ നമുക്കങ്ങനെ ആ ഒരു ലിറ്ററേച്ചർ മുന്നേ പറഞ്ഞത് എങ്ങനെ അത് വന്നു എന്നുള്ളത് നമ്മൾ സമർത്ഥിക്കുകയും വേണം. അത് മലയാളം ലിറ്ററേച്ചർ ആണെങ്കിൽ അത് അതിന്റെ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതുന്നവർ പറയണം. ഞാൻ എന്റെ നോക്കുമ്പോൾ ഞാൻ NJAN എന്ന് ഇംഗ്ലീഷിൽ ആദ്യം എഴുതണം. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതണം. അങ്ങനെ അതൊരു ഒരു ഡോക്യുമെന്റ് ആണ്. പിന്നെ ആ അസോസിയേഷൻ ഒരു നോട്ടറി ആയിട്ടുള്ള ഞങ്ങളുടെ ഇന്നൊക്കെയാണ് നമ്മുടെ എന്ന് പറഞ്ഞ ഒരു നോട്ടറൈസ്ഡ് അഫിഡവിറ്റ് കൊടുക്കണം. ബാക്കി അതുപോലെ ബൈലോ, രജിസ്ട്രേഷൻ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അതിന്റെ കൂടെ വെക്കണം. ഇതെല്ലാം 3 കോപ്പി ആയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് സാധാരണ പോലെ തന്നെ എല്ലാത്തിനും ഉള്ള പോലെ രജിസ്ട്രേഷൻ ഫീസ്. ഇതാണ് വേണ്ട മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇനി എന്താണ് ഈ GIയിൽ വരുന്ന വയലേഷൻ? GI കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് രജിസ്റ്റേർഡ് GI വയലേറ്റ് ചെയ്ത് വേറെ ആരെങ്കിലും ആ ഗ്രൂപ്പിലുള്ളവർ ഇത് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ബെനിഫിറ്റ് അതെടുത്തുകൊണ്ട് അതിന് സെയിൽ നടത്താനോ വേറെ എടുത്തുകൊണ്ട് ചെയ്യാം. ശരിക്കും നമ്മുടെ ലോ പോലെ തന്നെ അതാണ് അതിന്റെ ഇതിനെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. ആരാണ് ഓതറൈസ് ആയിട്ടുള്ള യൂസർ? ഒരു സൊസൈറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ ആ സൊസൈറ്റിയിൽ എല്ലാവരും മെമ്പർ ആവണം. അതിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ആ ഫാം ഹൗസിന് കിട്ടണം. അപ്പൊ ആ രീതിയിലാണ് അസോസിയേഷനും അതിന്റെ വർക്കും പോകേണ്ടത്. നമ്മുടെ കേരളത്തിൽ 2004 മുതലാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ മൊത്തമായിട്ടുള്ളതാണ്. അതിൽ 2004 മുതൽ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ്റെതാണെന്ന് ഞാൻ പറയുന്നത്. 2004-5 വർഷത്തിൽ കിട്ടിയതാണ് ആറന്മുള കണ്ണാടി. അതൊരു ഹാൻഡിക്രാഫ്റ്റ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അല്ല. പിന്നെ ഒന്ന് ആലപ്പി കൊയർ, ആലപ്പിയിലെ ചകിരി. പിന്നെ കേരളത്തിൽ നിന്നുള്ള ഒന്നാണ് ഞവര റൈസ്. ഞവര റൈസ് 2007-8 കാലഘട്ടത്തിലാണ് GIയിൽ വന്നിരിക്കുന്നത്. അതേ വർഷം തന്നെ പാലക്കാട് മട്ട, അത് കേരളത്തിൽ നിന്നുള്ള ഒരു GI ലഭിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഉള്ളത് മലബാർ പെപ്പർ, നമ്മളെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഈ മലബാർ പെപ്പർ യഥാർത്ഥത്തിൽ മലബാർ പെപ്പറും നമ്മുടെ തലശ്ശേരിയിലെ പെപ്പറുമാണ് ഫോർ മാർക്കറ്റിലടക്കം നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പെപ്പർ. ആ ഒരു പേരിൽ ഇപ്പോഴും നമുക്ക് ഫോർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മലബാർ പെപ്പർ എന്നുള്ള ബോട്ടിൽ കാണാം. ആ മലബാർ പെപ്പർ GIയിൽ കിട്ടിയ ഒരു എൻട്രിയാണ് 2007-8 വർഷത്തില്. പിന്നെ ഒന്ന് ആലപ്പി ഗ്രീൻ കാടമം, ആലപ്പിയുടെ ഏലം, അതും GIയിൽ വന്നിട്ടുള്ളതാണ് 2007-8 തന്നെ. പിന്നെന്താണ് 2008-9 ഒരു ഹാൻഡിക്രാഫ്റ്റ് പാലക്കാടൻ മദ്ദളം, അത് അവര് ആ അസോസിയേഷൻ ഗ്രൂപ്പ് GI വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഓലയിൽ നിന്ന് എല്ലാ സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതില്ലേ, പേഴ്സുകള്, ഹാൻഡിക്രാഫ്റ്റ്സുകള്, സ്ക്രൂ പൈൻ ക്രാഫ്റ്റ് ഓഫ് കേരള എന്ന് ഇതിന് പറയാം. അതും അവര് GI വാങ്ങിച്ചിട്ടുണ്ട് 2008-9. പിന്നെ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ്, നമ്മുടെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഷെൽ ക്രാഫ്റ്റിനും GI 2008-9 ലഭിച്ചിട്ടുണ്ട്. ഇത് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റത്തിൽ വരുന്നതാണ്. പിന്നെ 2008-9 പൊക്കാളി റൈസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൈപ്പാട് പോലെ എറണാകുളം ജില്ലയിൽ ഒരു ജലം കയറുന്നത് സ്ഥലം. ഇവിടെയും അവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മണ്ണിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അസിഡിറ്റി, ആൽക്കലൈനിറ്റി എന്ന് പറയില്ലേ, നമ്മുടെ pH ലെവൽ വെച്ചിട്ട് അതിലും അത് വ്യത്യാസമുണ്ട്. അവിടെ വളരുന്ന ഇനങ്ങളും അല്ലെങ്കിൽ ആ മണ്ണിന് യോജിക്കുന്ന ഇനങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ആ അരിയുടെ ഗുണവും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ പൊക്കാളി ട്രാക്ടിന് വേണ്ടിയിട്ട് പൊക്കാളി ഡെവലപ്മെന്റ് അതോറിറ്റി എന്നുള്ളൊരു ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അവര് അതിനുള്ള GI 2008-9 കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെയുള്ളതൊന്ന് 2009-10 വാഴക്കുളം പൈനാപ്പിൾ, അതൊരു GI രജിസ്ട്രിയിൽ എൻട്രി ചെയ്തിട്ടുള്ളതാണ്. കാനനൂർ ഹോം ഫർണിഷിംഗ്സ്, ഇത് 2009-10 കിട്ടിയ ഒരു GI ആണ്. പിന്നെ ഒന്ന് ബാലരാമപുരം സാരീസ്, ഇതിപ്പോ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റത്തിൽ വരുന്ന 2009-10 ബാലരാമപുരം സാരീസിന് GI ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡൻ സാരി, ഇതൊക്കെ നമ്മൾ പ്രത്യേകതകൾ അവിടെ പറയണം, ആ സാരിക്കുള്ള പ്രത്യേകതകൾ. ഈ കാസർഗോഡൻ സാരീസിന്റെ പറയണ ആ ബോർഡർ, അതൊരു ക്വാളിറ്റി മാത്രമാണ്, ബാക്കിയെല്ലാ ക്വാളിറ്റികളൊക്കെ അവരതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കൊത്തമ്പള്ളി സാരീസ് 2010-11 കൊത്തമ്പള്ളി സാരീസിനും GI ലഭിച്ചിട്ടുണ്ട്. സെൻട്രൽ ട്രാവങ്കൂർ ജാഗറി, നമ്മുടെ ശർക്കര, അത് സെൻട്രൽ ട്രാവങ്കൂറിനുള്ള പ്രത്യേകത, അത് അവരതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഗുണങ്ങളൊക്കെയാണ് അവർ കൺവിൻസ് ചെയ്ത് GI ലഭിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന 2010-11 കേരള കാർഷിക സർവകലാശാലയിൽ ലഭിച്ചിട്ടുള്ള 2 വയനാട് ജീരകശാല റൈസ്. ജീരകശാലയും ഗന്ധകശാലയും നെല്ല് നിങ്ങൾക്ക് അറിയാം, വയനാടിൻ്റെതാണെന്നറിയാം. ഇത് വയനാട് ജീരകശാല, വയനാട് ഗന്ധകശാല എന്ന് പ്രത്യേകം തന്നെ പറയണം. കാരണം ജീരകശാല നമുക്ക് ഇവിടെയും ഉണ്ടാക്കാം അല്ലെ, നിങ്ങൾക്ക് പക്ഷെ അത് GI ആയിട്ട് കൊടുക്കാൻ പറ്റില്ല.
വയനാട് ഏരിയയിൽ കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതകളും വെച്ചിട്ടാണ് വയനാട്. അതുകൊണ്ടാണ് ആ ഫ്രണ്ടിൽ ചേർത്തിരിക്കുന്ന പേര് വയനാട് ജീരകശാല, വയനാട് ഗന്ധകശാല. നമ്മുടെ അടുത്ത ഏരിയ പയ്യന്നൂർ പവിത്രമോതിരം 2010-11 ലഭിച്ചിട്ടുള്ള ഇതാണ്. പിന്നെ ചെന്തമംഗലം ധോത്തീസ് സെറ്റുമുണ്ട്, അത് 2011-12 GI ലഭിച്ചിട്ടുള്ളതാണ്. 2011-12 വരെയുള്ള ഏകദേശം 195 പ്രൊഡക്റ്റ് GI ലഭിച്ചിട്ടുണ്ട്. 2004 സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. 2004 മുതൽ 2010 ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നതാണ്. അതിലൊന്നാണ് ലേറ്റസ്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുള്ള കൈപ്പാട് റൈസ്. ഭൗമസൂചികയുടെ പ്രസക്തി. പടന്നക്കാട് കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി വനജ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. മണ്ണ് ഫലഭൂയിഷ്ടമാക്കാനും രോഗങ്ങളെ തുരത്താനും സൂക്ഷ്മാണുക്കളെ മണ്ണിൽ പ്രയോഗിക്കാറുണ്ട്. ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഇവയ്ക്കുള്ള കഴിവ് ചെറുതല്ല. സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ എന്നിവയെല്ലാം നമുക്ക് സുപരിചിതം തന്നെ. കുരുമുളകിലെ രോഗങ്ങൾക്കെതിരെ എത്രത്തോളം ഇവ ഫലപ്രദമാണ്? നമുക്ക് ശ്രദ്ധിക്കാം പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CR റിനിയുടെ ഈ പ്രഭാഷണം. ഈ രാസകുമിൾനാശിനികൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജൈവ കുമിൾനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗനിയന്ത്രണം സാധ്യമാക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരുപാട് ജൈവ കുമിൾനാശിനികൾ, ജീവാണുക്കളെ നമ്മൾ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന കുമിളിന് ഏറ്റവും ഫലപ്രദമായി നമ്മൾ കണ്ടിട്ടുള്ളത് ട്രൈക്കോഡർമ ഇനത്തിൽപ്പെട്ട ട്രൈക്കോഡർമ ഹാർസിയാനം, ട്രൈക്കോഡർമ വിറിഡെ തുടങ്ങിയ ഇനങ്ങൾ, അതുപോലെ സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയ, അതുപോലെ മൈക്കോറൈസ, വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. മൈക്കോറൈസ ഈ പറയുന്ന അതൊരു കുമിൾ തന്നെയാണ്. ഇവയെല്ലാം ഫൈറ്റോഫ്തോറ എന്ന കുമിളിനെതിരെ ചെടികളെ സംരക്ഷിക്കാൻ കഴിവുള്ളതാണ്. സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്ന് പറയുന്ന പലരും ഉപയോഗിക്കുന്നതാണ്. ഇത് മണ്ണിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുള്ള മിക്കവാറും എല്ലാ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രത്യേക മാധ്യമങ്ങളിൽ വളർത്തി കർഷകർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ സ്റ്റേഷനുകളിൽ നിന്ന് നമ്മൾ കർഷകരിൽ എത്തിക്കുന്നുണ്ട്. ഇത് നമുക്ക് പലതരത്തിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പലതരത്തിലും എല്ലാ വിധത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ വിളകൾക്കും മിക്കവാറുമുള്ള എല്ലാ ബാക്ടീരിയൽ ഫംഗൽ രോഗങ്ങൾക്കും എതിരെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ നമ്മൾ വിത്ത് ഇട്ട് നടുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ വിത്തിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ കൊടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തണ്ട് മുറിച്ചാണ് നടുന്നത്. അപ്പൊ തണ്ട് മുറിച്ച് നടുമ്പോൾ ഈ തണ്ട് നമ്മൾ നടുന്നതിന് മുമ്പ് ഒരു ഭാഗം ഈ സ്യൂഡോമോണാസ് ലായനിയില് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതിന് നമ്മൾ എടുക്കുന്ന പൊടിയുടെ 3 ഇരട്ടി വെള്ളം ചേർക്കുക. അപ്പോൾ അത് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും. അതിൽ ഒരു 20 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം നമ്മൾ കൂടകളിൽ നടുക. അപ്പൊ കൂടുതലായിട്ട് വേരുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ മണ്ണിൽ നിന്നുള്ള രോഗാണുക്കളെതിരെ ഈ തണ്ടില് ഒരു രക്ഷാകവചം തീർത്ത് ഇത് തണ്ടിനെ സംരക്ഷിക്കും. മുഴുവനും മുക്കണമെങ്കിലും നിങ്ങൾക്ക് മുക്കാം, യാതൊരു ദോഷവുമില്ല. ഇനി ഇത് ഫീൽഡിൽ സ്പ്രേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 2% ഉയരത്തിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. മാസത്തിലൊരിക്കൽ എന്ന കണക്കിൽ സ്പ്രേ ചെയ്യുക. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന് തോതി കലക്കി. ഇപ്പോൾ ചിലർ അതിന്റെ പൊടി അടിയാനായിട്ട് വെക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാം. ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാനാണെങ്കിൽ ഇതുപോലെ 2% ഉയരത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞത് 10 ഗ്രാമെങ്കിലും 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതി കലക്കി ഒരു 10 ദിവസം ഇടവിട്ട് പൊടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ രീതിയിലും മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻസും നമുക്ക് ഈ സ്യൂഡോമോണാസിൽ നമുക്ക് സാധ്യമാണ്. ഇനി ട്രൈക്കോഡർമ എന്ന് പറയുന്ന കുമിള്, അത് ഒരു കുമിളാണ്. അത് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജൈവവളത്തോടൊപ്പം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന മണ്ണിൽ കൂടി പകരുന്ന ഫംഗൽ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. ട്രൈക്കോഡർമ മണ്ണിൽ ചേർക്കാൻ നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ചാണകപ്പൊടി ചേർക്കുന്നതിന്റെ ഒപ്പം തന്നെ ട്രൈക്കോഡർമ ചേർത്ത് കൊടുത്ത് വേണം ആ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാൻ. അതുപോലെ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ജൈവവളത്തിൽ ഇതിനെ ഒന്നുകൂടി വളർത്തി പെരുപ്പിച്ചതിന് ശേഷം മാത്രം ഫീൽഡിലേക്ക് ഇടുക.
ഇപ്പോൾ നമ്മൾ പൊടി രൂപത്തിലാണെങ്കിലും നമുക്ക് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ഒരു കൊടിക്കെന്നുള്ള തോതിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ പറയുന്ന അത്രയും അളവിലുള്ള ജൈവവളങ്ങൾ മണ്ണിൽ ഉണ്ടായിരിക്കണം. മണ്ണിൽ ആവശ്യത്തിന് ഉള്ള ഈർപ്പവും നിർബന്ധമായും കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ജൈവവളത്തോടൊപ്പം ഈ ട്രൈക്കോഡർമ മണ്ണിൽ കിടന്ന് വളർന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഫാമിൽ തന്നെ അതിനെ ജൈവവളത്തോടൊപ്പം വളർത്തി കൂടുതലാക്കിയതിനു ശേഷം മണ്ണിലേക്ക് ചേർക്കാം. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് നമുക്ക് വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളങ്ങൾ ഏതാണോ, വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ച ചാണകം, ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതമാണ് നമ്മൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് 9-1 എന്നുള്ള തോതിൽ 9 കുട്ട ചാണകം എടുക്കുകയാണെങ്കിൽ 1 കുട്ട വേപ്പിൻ പിണ്ണാക്ക്. ഇപ്പൊ ചാണകം എന്ന് പറഞ്ഞാൽ പച്ച ചാണകമല്ല ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള ചാണകപ്പൊടി. അതില് 1 കുട്ട 9 കുട്ട ചാണകത്തിന് 1 കുട്ട വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് സംയോജിപ്പിച്ചതിന് ശേഷം അതിൽ ഇങ്ങനെ തയ്യാറാക്കുന്ന 100 കിലോ മിശ്രിതത്തിന് 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ, അതായത് നമ്മുടെ റിക്വയർമെന്റ് എങ്ങനെയാണോ അതനുസരിച്ച് 1 കിലോ കൊണ്ട് തന്നെ ഇതിനകത്ത് വളർച്ച നമുക്ക് കിട്ടും. നല്ല കൾച്ചറാണ് എങ്കിൽ, ഇല്ലെങ്കിൽ കുറച്ച് എക്സ്പയറി ഡേറ്റിലേക്കൊക്കെ അടുത്തിരിക്കുന്ന കൾച്ചറാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഒരു 1.5 കിലോ എങ്കിലും ഇടുക. ഇല്ല നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൂടുതൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 2 കിലോ എങ്കിലും ഇടുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് വളർച്ച കിട്ടും. ട്രൈക്കോഡർമയുടെ കൾച്ചർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. അപ്പൊ വെള്ളം കൊടുക്കുമ്പോൾ ആണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ കയ്യിലെടുത്താൽ നമുക്ക് നനവ് നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷെ പിഴിഞ്ഞാൽ വെള്ളം വീഴാൻ പാടില്ല. അപ്പൊ നനവുണ്ടായിരിക്കണം, വെള്ളം അധികമാവാൻ പാടില്ല. പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന പരുവം, അതാണ് നമ്മൾ പറയുന്നത്. അതും കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പൊ നല്ല ഇടിച്ചുറപ്പിച്ച ഒരു മൺതറയിലാണെങ്കിലും നമുക്ക് നിരത്തിയിടാം. ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിന്റെ മേളിലാണെങ്കിലും നിരത്താം. അല്ലെങ്കിൽ കോൺക്രീറ്റ് തറയിലോ നമുക്ക് നിരത്തി ഒരു അല്പം ഒരു 1.5 അടി ഹൈറ്റില് കൂനിയാക്കി മേൽഭാഗം തട്ടി നിരത്തി ഇട്ടതിന് ശേഷം നമ്മൾ മൂടിയിടുക. അപ്പൊ മൂടാനായിട്ട് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ചമച്ചാക്ക് നനച്ച് മൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കാം. പക്ഷെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. വെയിൽ കൂടുതലൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് എങ്കിൽ അതിനുള്ളിൽ ചൂട് കൂടും. അപ്പൊ അതിന്റെ മേൽഭാഗത്ത് കുമ്പിള് ഉണങ്ങിപ്പോകും. പിന്നെ ചിലപ്പോൾ കർഷകരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഇത് എപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ മൂടി തുറന്ന് നോക്കിയാൽ അതിനുള്ളിൽ വെളുത്ത പൂപ്പല് വളർന്നേക്കുന്നത് കാണാം. അപ്പൊ അപ്പോഴും നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു 4-5 ദിവസം കൂടി അങ്ങനെ കിടക്കട്ടെ. അപ്പൊ അതിന്റെ ഉൾഭാഗങ്ങളിലേക്കും ഈ പൂപ്പല് വളർന്ന് മുഴുവനും നിറയും. അതിനുശേഷം നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് ഈർപ്പം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ച് നനച്ചു കൊടുക്കാം. പിന്നെ മാക്സിമം എല്ലാം കൂടി ചേർത്താൽ ഒരു 10-12 ദിവസം ഇട്ടിരുന്നതിന് ശേഷം നമ്മൾ ഏതളവിൽ ജൈവവളം മണ്ണിൽ ചേർക്കാനായിട്ട് നമ്മൾ ഇടുന്നോ അതേ അളവിൽ നമുക്ക് ഈ ജീവാണുക്കളെ ഈ ജീവാണു ചേർത്ത് സമ്പുഷ്ടീകരിച്ച് ഈ ജൈവവളം മണ്ണിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കൂടിയ അത്രയും അളവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൊടിക്ക് ഒരു കഴിയുമെങ്കിൽ 5 കിലോ ഇല്ലെങ്കിൽ 2 കിലോ എങ്കിലും ഇങ്ങനെ സമ്പുഷ്ടീകരിച്ച് ജൈവവളം ചേർക്കുക. അതിനോടൊപ്പം ബാക്കി ജൈവവളം ഇതിന്റെ കൂടെ ഇട്ടുകൊടുക്കുക. അപ്പോൾ ആ ജൈവവളത്തിലേക്ക് ഇതിൽ നിന്നുള്ള ഈ അണുക്കൾ വളർന്ന് മണ്ണിൽ നിറഞ്ഞോളൂ. മണ്ണിൽ അമ്ലരസം കുറഞ്ഞിരുന്നാൽ മാത്രമേ ഈ ട്രൈക്കോഡർമ നല്ലപോലെ വളരത്തുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഈ കർഷകർ പറയാറുണ്ട് ഇത് നമുക്ക് വളർച്ച ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ട്രൈക്കോഡർമ. അപ്പോൾ ഈ ട്രൈക്കോഡർമയുടെ വളർച്ച ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടാത്തതിന് നമ്മൾ കാണുന്ന കാരണങ്ങൾ ഒന്നല്ലെങ്കിൽ അതിൽ ഈർപ്പത്തിന്റെ അംശം കൂടിയോ കുറഞ്ഞോ പോയിട്ടുണ്ടാവും. കൂടിപ്പോയാൽ ഒട്ടും വളരത്തില്ല, കുറഞ്ഞാലും വളരത്തില്ല, ഉണങ്ങിപ്പോകും. 2, ചിലപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന വേപ്പിൻ പിണ്ണാക്ക് ആവശ്യത്തിനുള്ള ക്വാളിറ്റി ഉള്ളതായിരിക്കത്തില്ല. അത് മറ്റു പൂപ്പലുകൾ വളരാതിരിക്കാനായിട്ട് ഉപ്പ് ചേർത്തിട്ട് കടകളിൽ സൂക്ഷിക്കുന്ന അത് കാണാറുണ്ട്. മറ്റു പൂപ്പലുകൾ വളരാതിരിക്കാനായിട്ട് അതിന്റെ ആ ഒരു അപ്പീലിംഗ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റു പൂപ്പലുകളെ പോലെ തന്നെ ട്രൈക്കോഡർമയും അതിൽ വളരത്തില്ല. അതുമല്ല പ്രശ്നമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കൾച്ചർ, ട്രൈക്കോഡർമയുടെ കൾച്ചർ ഒന്നല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞതായിരിക്കും, ഇല്ലെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള അണുക്കള് മിനിമം ക്വാണ്ടിറ്റി അണുക്കൾ അതിൽ ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് വളർച്ച ആവശ്യത്തിന് കിട്ടാതെ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഇനി മറ്റൊരു ജൈവ കുമിൾനാശിനി എന്ന് നമുക്ക് പറയാനൊക്കില്ല, ജീവാണു വളം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു കുമിളാണ്. അത് ചെടിയുടെ വേരുകളുമായിട്ട് സഹവാസത്തിൽ കഴിയുന്ന ഒരു ഫംഗസാണ്. നമ്മൾ നടുന്ന ഈ ചെടിയുടെ വേരുകളിൽ ഇത് പറ്റിപ്പിടിച്ച് വേരിന്റെ പുറത്ത് ഒരു കവചം തീർത്ത്, ഒരു രക്ഷാ കവചം തീർത്ത് ഇതിനെ മറ്റണുക്കളിൽ നിന്ന് സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചെടിയുടെ വേരിന് എത്താവുന്ന ഒരു പരിധിയുണ്ട്. അതിനുള്ളിലുള്ള പോഷകങ്ങളെ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ മൈക്രോറൈസ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ ഇതിന് ദൂരസ്ഥലങ്ങളിലേക്ക് വളർന്നു ചെന്ന് ദൂരെ നിന്നുള്ള പോഷകങ്ങളെ പോലും വലിച്ചെടുത്ത് ചെടിയിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരു ബ്രിഡ്ജായിട്ട്, ഒരു പാലം പോലെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇതിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബ്രിഡ്ജായിട്ട് ഇത് ആക്ട് ചെയ്യും. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ഇട്ടാൽ മതി. നടുന്ന സമയത്താണെങ്കിൽ കുഴികളിൽ മൈക്രോറൈസയുടെ കൾച്ചർ ഇട്ട് കൊടുക്കുക. പുതിയതായിട്ട് പൊട്ടി വരുന്ന വേരുകൾക്ക് ഇതുമായിട്ട് കോണ്ടാക്ട് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നടുന്ന സമയത്ത് ഇടാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മൺസൂൺ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ മൺസൂണിൽ പുതിയ വേരുകൾ പൊട്ടി വരുമ്പോൾ ഇതുമായിട്ട് ഈ മൈക്രോറൈസയായിട്ട് കോണ്ടാക്ട് വരും. മൈക്രോറൈസ അതിൽ ഇൻഫെക്ട് ചെയ്തോളും, അതിന് വേരിനെ പ്രൊട്ടക്ട് ചെയ്തോളും. അപ്പൊ മണ്ണിൽ കൂടി പകരുന്ന പല രോഗങ്ങളും നമുക്ക് ഈ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, മൈക്രോറൈസ ഇത് മൂന്നും നമ്മൾ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്, കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കുരുമുളകിലെ രോഗങ്ങൾക്കെതിരെ ജൈവ കുമിൾനാശിനികൾ. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിയ റിനി ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം PV പ്രശാന്ത് കുമാർ. ഒപ്പം നീത ഷാജി. വയലും വീടും സമാപിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നാളെ രാവിലെ 9:00.